ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു പോസ്റ്റായിരുന്നു. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാലോ? യെസ്. അപ്പോൾ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് 555/2021 എന്നുള്ള കാറ്റഗറി നമ്പറായിരുന്നു. ജൂനിയർ ഇൻസ്ട്രക്ടർ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് ആണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു എക്സാം വിളിച്ചത് 2021 ദെൻ ആ സമയത്ത് 8000-ഓളം പേര് ആപ്ലിക്കേഷൻ അയച്ചിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അറൗണ്ട് ഒരു 5000 അടുപ്പിച്ച് ആൾക്കാർ മാത്രം എഴുതിയൊരു പരീക്ഷയായിരുന്നു. കണ്ടോ, വിളിക്കുന്ന സമയത്ത് തന്നെ 17 വേക്കൻസികൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. 2021 വേക്കൻസികളാണ് 17. ഇപ്പോൾ അത് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ അവിടെ ഉണ്ട്, ഞാനത് പറയാം കേട്ടോ. ഓക്കെ, സോ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാം 17 വേക്കൻസികൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കണ്ടോ, 2021 നവംബറിലായിരുന്നു ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. നിങ്ങൾക്ക് കാണാം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം ജൂനിയർ ഇൻസ്ട്രക്ടർ, സ്കെയിൽ ഓഫ് പേ ഒക്കെ വളരെ നല്ലതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് ഇടുകയുണ്ടായി. എക്സാം കഴിഞ്ഞു, അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. ഷോർട്ട് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് എത്രയായിരുന്നു? കണ്ടോ, 60.67 എന്നുള്ളതായിരുന്നു അതിൻ്റെ കട്ട് ഓഫ്. നിങ്ങൾ കണ്ടോ, അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ എത്ര പേര് എടുത്തിട്ടുണ്ട്? 51 പേര് മാത്രമാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. വേക്കൻസി എത്രയായിരുന്നു? 17 അല്ലേ? 17 × 3 അങ്ങനെ 51 പേരെ മാത്രമേ മെയിൻ ലിസ്റ്റിൽ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന കേരള PSCയുടെ പരീക്ഷകളധികവും അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ്. അതായത് നിലവിലുള്ള വേക്കൻസിയുടെ ഏകദേശം ഒരു 3 മടങ്ങ് ആ രീതിയിലുള്ള ആൾക്കാരെ മാത്രം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് പരമാവധി കുറച്ച് പേരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ലിസ്റ്റാണ് ഉണ്ടാവാറ്. പക്ഷേ ഈ ഒരു എക്സാമിൻ്റെ കേസിൽ 2021 വേക്കൻസികളുടെ എണ്ണമായിരുന്നു 17. അപ്പോൾ ലിസ്റ്റിലുള്ള മിക്കവാറും ആളുകൾക്ക് ഇനിയുള്ള ലിസ്റ്റിൻ്റെ വാലിഡിറ്റി ഒരു 3 വർഷത്തോളം ഉണ്ടല്ലോ. അപ്പോൾ അത്രത്തോളം സമയത്തിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു ചെറിയ ലിസ്റ്റായിരുന്നു ഇട്ടത് നമ്മൾ ആ സമയത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സോ 51 പേരായിരുന്നു ആ സമയത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാണാം, കണ്ടോ, 21/7/2003 നടന്ന എക്സാം ആയിരുന്നു. അതിൽ 51 പേര് മെയിൻ ലിസ്റ്റിലും 76 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും ദെൻ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള 12 പേരുണ്ടായിരുന്നു. 139 പേര് അങ്ങനെ ടോട്ടൽ ലിസ്റ്റിലുണ്ട്. ഇനി ഇത്രയും ആൾക്കാർ റാങ്ക് ലിസ്റ്റിലുണ്ടോ? ഇല്ല, ഇത്രയും ആൾക്കാർ റാങ്ക് ലിസ്റ്റിലില്ല. കാരണം ഇതിന് ശേഷം ഇൻ്റർവ്യൂ ഉണ്ടാവും. എല്ലാവരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും ഇൻ്റർവ്യൂവിനും ശേഷം ഒരു റാങ്ക് ലിസ്റ്റ് ഇടുകയുണ്ടായി. കണ്ടോ, ഇത് റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു PDF ആണ്. The following is the list of candidate for selection to the post of junior instructor TPES. അതിൻ്റെ ഇൻ്റർവ്യൂവിന് ശേഷമുള്ള ലിസ്റ്റാണ് കേട്ടോ. ഇത് മെയിൻ ലിസ്റ്റാണ്, അതായത് റാങ്ക് ലിസ്റ്റാണ് ഞാനിവിടെ കൊടുത്ത PDF. അതിൽ ഏകദേശം ഒരു 48 പേര് മെയിൻ ലിസ്റ്റിലും ദെൻ അറൗണ്ട് ഒരു 70ഓളം പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉണ്ടാകുന്ന രീതിയിലായിരുന്നു ആ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ടെസ്റ്റിൻ്റെ മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ അവിടെയുള്ള ഉദ്യോഗാർത്ഥികളുടെ പേരൊക്കെ ഒന്ന് മാസ്ക് ചെയ്തിട്ടുണ്ടേ. സോ ടെസ്റ്റ് നടന്നു, അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ദെൻ വെയിറ്റേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ടോട്ടൽ മാർക്ക് നോക്കിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് ഇടുക. കണ്ടോ, സോ ഈ മെയിൻ ലിസ്റ്റിൽ ഏകദേശം 48 പേരാണ് കേട്ടോ ഉണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റിൽ 48, ദെൻ ഏകദേശം ഒരു 70ഓളം പേര് അതിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കേരള PSCയുടെ വെബ്സൈറ്റിൽ പോയിട്ട് റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ദെൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഓൾറെഡി മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും. നിങ്ങളത് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. ആ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് അഭിനന്ദനങ്ങൾ. സോ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം കൂടുതൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുമായിട്ട് നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ.